ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ലൈവായിട്ട് ഇപ്പോൾ ചെന്നൈയിലെ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലാലേട്ടന്റെ കയ്യിൽ നിന്നും വഴക്ക് മേടിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പേരുണ്ട്. സിബിനുണ്ട്, ജാസ്മിനുണ്ട്, ജിൻഡോയുണ്ട്, നോറയുണ്ട്. ഇവർക്കൊക്കെ തന്നെയും ലാലേട്ടൻ ഇന്ന് വയറ് നിറച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടാൻ പോകുന്നത് സിബിന് തന്നെയായിരിക്കും. സിബിന് ഒരുപക്ഷെ ഒരു യെല്ലോ കാർഡ് കൊടുത്താലും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ആ രീതിയിലുള്ള ഒരു നിയമലംഘനം സിബിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ആംഗ്യങ്ങളൊക്കെ ഇന്നലെ സിബിൻ കാണിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് സിബിനോട് ചോദ്യം ചെയ്യും. സിബിന് തക്കതായ ഒരു ശിക്ഷയും കൊടുക്കും. അതൊരു യെല്ലോ കാർഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ആ കൂട്ടത്തിൽ തന്നെ ജാസ്മിനും ജിൻഡോയ്ക്കും നോറയ്ക്കൊക്കെ വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു സിബിന്റെ ആ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ സിബിനെ ആ ഒരു ആംഗ്യം കാണിക്കാൻ പ്രേരിപ്പിച്ചത് ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ ഈ വേസ്റ്റ് ഇരുന്ന് സംസാരിക്കുന്നു എന്ന് സിബിനോട് പറഞ്ഞ സമയത്താണ് സിബിൻ ആ മോശമായ ഒരു ആംഗ്യം കാണിച്ചത്. അത് മാത്രമല്ല ജാസ്മിന്റെ ഹൈജീന്റെ കാര്യമൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായത് തന്നെയാണ്. ഇനി ജിൻഡോയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു ശിക്ഷ കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു കാലവാരി നിലത്തടിക്കും എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ലാലേട്ടൻ എന്തായാലും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് പറഞ്ഞ് അതിന് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് അതിനി ആവർത്തിക്കാതിരിക്കാൻ ലാലേട്ടൻ ഒന്ന് വാൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പവർ ടീമിന്റെ പെർഫോമൻസ് ലാലേട്ടൻ എടുത്തൊന്ന് പ്രശംസിക്കുമായിരിക്കും. കാരണം അവർ വളരെ മികച്ച രീതിയിലാണ് കഴിഞ്ഞ ഒരാഴ്ച പവർ ടീമിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു ശിക്ഷാ നടപടിയാണെങ്കിലും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ നല്ല മികച്ച രീതിയിലായിരുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.